മാവ് അരച്ച് വെച്ച് രാവിലെ കടി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പമായി എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ പണി എളുപ്പത്തിൽ കഴിയും. അങ്ങനെ ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിനെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്ന് പെട്ടെന്ന് നോക്കാം കേട്ടോ, മാവൊക്കെ പൊന്തി റെഡി ആയിരിക്കുന്നു. ഇതായിരുന്നു മാവൊക്കെ നല്ല പൊന്തി സെറ്റായി വന്ന് കിട്ടും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റാഗി ഇഡ്ഡലിയാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇട്ടേക്കുന്ന, പക്ഷേ അത് ഞാൻ വോയിസ് അല്ലാണ്ട് സോങ് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിന്ന് വോയിസ് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് മെഷർമെൻറ്റുകളൊക്കെ ചോദിച്ച് അരി എത്ര ഇടണ്ടി ഉഴുന്ന് എത്ര ഇടണ്ടി എന്നൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിന്. അത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലെ എണീച്ച് വരുമ്പോഴൊക്കെ മാവ് നല്ല പൊന്താണ്ട് നിൽക്കുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിനെ. അന്ന് ഞാൻ മാവൊക്കെ അരച്ച് വെച്ച് റെഡിയാക്കി സെറ്റാക്കി പോയി കിടന്ന് രാവിലെ എണീച്ച് വന്ന് നോക്കുമ്പോൾ മാവൊക്കെ നല്ലോണം പൊന്തി പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ വന്ന് ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലായിട്ട് ഫസ്റ്റ് ഇതിൽ തന്നെ എൻ്റെ മാവ് നല്ലോണം പൊന്തിയൊക്കെ റെഡിയായി വന്നതെന്നുള്ളൊരു സന്തോഷത്തിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഉമ്മനോടും എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മാവ് പൊന്തി എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിച്ച് നിന്നിട്ടോ. അങ്ങനെ അന്ന് ഇഡ്ഡലിയൊക്കെ നല്ല റെഡിയായി സെറ്റായി വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതുപോലെ തന്നെ ആ മെഷർമെൻറ്റിൽ തന്നെ അരി ഉഴുന്നൊക്കെ എടുത്ത് ഞാൻ ഉണ്ടാക്കി മാവ് അരച്ച് വെച്ചിട്ടോ. അന്ന് ഞാൻ നല്ലതിൽ വന്നു, ആദ്യത്തെ എൻ്റെ പൊന്തീനല്ല, അപ്പോൾ ഇത് എന്തായാലും പൊന്തും എന്നുള്ളൊരിതിൽ ഞാൻ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് വന്ന് നോക്കുമ്പോൾ ഇത് പൊന്തിയതേ ഇല്ല, പൊന്തിയിട്ടുമില്ല. എൻ്റെ ഇഡ്ഡലി പാടെ കുളമായിപ്പോയിട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഫസ്റ്റ് നമ്മൾ പൊന്തിയാലും എന്ത് റെഡി ആയാലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഞാൻ നല്ല അഹങ്കരിച്ചിനു. ആദ്യത്തെ തന്നെ എനിക്ക് നല്ല പൊന്തി റെഡിയായി വന്നല്ലോ എന്നുള്ളതിൽ ഞാൻ നല്ല അഹങ്കരിച്ചിനു കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അത് ഫ്ലോപ്പായി പോയി. പിന്നെ പിന്നെ ഉണ്ടാക്കി നോക്കി സെറ്റായപ്പോൾ ഇപ്പോൾ റെഡിയായി വരലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്താണ്ട് നിൽക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.